നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനിയായ ജില്ലാ കളക്ടർ ശാലിനി മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയരായ ഗുരുക്കന്മാരെ, രക്ഷകർത്താക്കളെ, കൊച്ചുമക്കളെ, ഫാദേഴ്സ് ഡേയുടെ ഭാഗമായി ഇന്നിവിടെ നടന്ന കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്നെ ക്ഷണിച്ച അധ്യാപകർക്കും PTA പ്രവർത്തകർക്കും ആദ്യം തന്നെ എന്റെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഒരച്ഛന്റെ വിയർപ്പിന്റെ മാഹാത്മ്യം അറിയാത്ത ഒരു മക്കളും ഒരിടത്തും എത്തിയിട്ടില്ല. 10 മാസം നൊന്തുപെറ്റ കഥയൊക്കെ അമ്മമാര് പറയുമെങ്കിലും അമ്മയുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടാൻ തുടങ്ങുന്നത് മുതൽ സ്വപ്നം കാണുകയും പ്രതീക്ഷകളുടെ ലോകത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്ന അച്ഛനെക്കുറിച്ച് ആരും ഓർക്കാറില്ല. ആരോ പറഞ്ഞൊരു വാചകമുണ്ട്, അച്ഛൻ കൊണ്ട വെയിലാണ് മക്കളെ നിങ്ങൾ ഇപ്പൊ കൊള്ളുന്ന തണലെന്ന്. മക്കൾക്ക് മുന്നിൽ അമ്മമാർ കണക്കുകൾ പറയും. പക്ഷേ മക്കൾ പറയുന്ന കണക്കുകൾക്ക് മുന്നിൽ എഴുതി വയ്ക്കാത്ത കണക്ക് പുസ്തകം ഒളിപ്പിച്ച് വിതുമ്പി നിൽക്കുവാനേ അച്ഛൻ എന്ന വ്യക്തിക്ക് കഴിയൂ. ഓരോ മക്കളുടെയും റോൾ മോഡൽ അവരുടെ അച്ഛൻ തന്നെയായിരിക്കും. ആദ്യം നമ്മളെ പിച്ചവയ്ക്കാൻ പഠിപ്പിക്കുന്നതും സ്വപ്നം കാണുന്നത് നേടിയെടുക്കാൻ ഒരു താങ്ങായി നിന്ന് ചുമലുകൾ തരുന്നതും അച്ഛനല്ലാതെ മറ്റാരാണ്? തന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഓരോന്നും തിരിച്ചറിഞ്ഞ് നിറവേറ്റാൻ നിർത്താതെ പരിശ്രമിക്കുന്ന ആളാണ് അച്ഛൻ. സന്തോഷത്തിൽ കൂടെ ചേർന്ന് ചിരിക്കാനും സങ്കടത്തിൽ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും അച്ഛനെ പോലെ മറ്റാർക്ക് കഴിയും? എവിടെയോ വായിച്ചൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജീവിതത്തിൽ വായിച്ച ഏറ്റവും നല്ല പുസ്തകം അമ്മയാണെങ്കിൽ അത് വായിക്കാൻ തിരികെടാതെ വെളിച്ചം പകർന്നു തന്നത് അച്ഛനാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ അധ്യാപകർക്കും PTA പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. തൻ്റെ ഉള്ളില് അച്ഛനെ പറ്റി ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരെ കുറിച്ച്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.